ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച വൈകുന്നേരം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. വൈകുന്നേരം ഒരു 5 മണിക്ക് മേലെ നമ്മുടെ ടെറസിൻ്റെ മേലെ പോയി നോക്കുമ്പോൾ ഇതുപോലെ കുറേ ബേർഡ്സ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ പുതിയൊരു തരം ബേർഡാണ്. അപ്പോൾ ഞാൻ പോയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ റീസെൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഈ റാം കെയർ ഓഫ് ആനന്ദി ബുക്കാണ് വായിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാനിത് കഴിഞ്ഞ ദിവസം വായിച്ച് തീർത്തായിരുന്നു. അപ്പോൾ ഇത് ഏത് വായനക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമാണ് കേട്ടോ. തുടക്കക്കാർക്കൊക്കെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുന്നതും വളരെ ലളിതമായ ഭാഷയിൽ എഴുതിയിരിക്കുന്നതായിട്ടുള്ള ബുക്കാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ആനന്ദിയും റാമും അതുപോലെ തന്നെ രേഷ്മയും വെട്രിയും പാട്ടിയും പിന്നെ മല്ലിയും ഇവരെയൊന്നും നമുക്ക് ഒരിക്കലും മറക്കാനായിട്ട് പറ്റത്തില്ല. അവസാനം വായിച്ചു വരുമ്പോഴത്തേക്കും ഒരു വിങ്ങലോട് കൂടിയാണ് കേട്ടോ ഈ ബുക്ക് വായിച്ചു തീർക്കാൻ പറ്റുള്ളൂ. ഭയങ്കര രസമാണ് വായിക്കാനായിട്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ബുക്ക് വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വായിക്കണേ. ഏകദേശം എല്ലാവരും വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മീഷോയിൽ നോക്കിയാൽ മതി, ബുക്ക് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരിക്കലും എന്ന് പറയുന്നൊരു ബുക്കും കൂടി ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ വായിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ബുക്ക് കോംബോ ഓഫറിലാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ബുക്ക് ഒന്ന് വായിക്കണേ. എൻ്റെ ഒരു സജഷനാണ്. കാരണം ഏത് തരത്തിലുള്ള വായനക്കാർക്കും പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് പുസ്തകമാണിത്. അപ്പോൾ ഞാൻ ഈ ബുക്ക് വായിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളായിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ ഞാൻ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചായിരുന്നു കേട്ടോ. ഹസ്ബൻഡ് ഇന്നിപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടിയിട്ട് ചേർത്തിട്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചേക്കും. അപ്പോൾ എനിക്ക് ഈ ഹസ്ബൻഡ് ഓഫീസിൽ പോകുന്ന ദിവസങ്ങളിൽ കുറച്ചൊന്ന് ഈസിയാണ്, കാരണം ഡിന്നറൊക്കെ നേരത്തെ തന്നെ ആവും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലക്കറി ഞാൻ രാവിലെ തന്നെ വെച്ചായിരുന്നു. സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, വൈകുന്നേരമാണ് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള കറി കൂടി വെക്കുന്നത്. പക്ഷേ ഇന്നാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഞാൻ ഓർക്കാതെ തന്നെ കടല ഞാൻ വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എടുത്തപ്പോഴത്തേക്കും ഓർമ്മിക്കാണ്ട് ഞാനങ്ങ് കറി വെച്ച് പോയി. പിന്നെയാണ് ഓർത്തത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല അതിൽ ഈവനിങ് ഡിന്നറിനും കൂടി യൂസ് ചെയ്യാമെന്ന്. അങ്ങനെ പിന്നെ ബാലൻസ് കറി ഞാൻ കൊണ്ടുപോയി ഫ്രിഡ്ജിലേക്ക് വെച്ചു. സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഈവനിങ് അങ്ങനെ ചൂടാക്കി എടുത്ത് കൊടുക്കാറില്ല, ഫ്രഷായിട്ട് കറി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് എന്തായാലും എനിക്ക് കുറച്ചൊന്ന് പരിപാടി ഈസി ആയിട്ടുണ്ട്. കാരണം ഈ ചപ്പാത്തി ഉണ്ടാക്കലും കറി വെപ്പും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ ഞാൻ ഇടയിൽ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്, കറിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്, മറ്റൊരടുപ്പിൽ ചായയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ഈ ഒരു ചായപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഏലക്ക ഫ്ലേവറിലുള്ള പൊടിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലും ഇങ്ങനെ തന്നെ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഏലക്ക ഫ്ലേവറിലുള്ള ചായ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏലക്ക ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നമ്മുടെ ടീ പൗഡറിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഏലക്ക പൊടിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല, പൗഡറിൽ തന്നെ നമ്മുടെ ചായപ്പൊടിയിൽ തന്നെ ഇത് അങ്ങോട്ട് ഇട്ട് വെച്ചിരുന്നാൽ മതി. ഞാനിത് കൊടൈക്കനാലിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഏലക്ക ഇട്ടിട്ടുള്ള ചായപ്പൊടി. ഇതുപോലെ തന്നെ നമുക്ക് മസാല ടീയും ഒക്കെ വീട്ടിലുണ്ടാക്കാം. മസാല എല്ലാം കൂടി ഒന്ന് പൊടിച്ചിട്ട് നമ്മുടെ ഈ തേയില പൊടിയിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫ്ലേവറിലുള്ള ചായ ഇട്ട് കുടിക്കാം. പിന്നെ ഫ്രഷോടെ നമുക്ക് ഈ തുളസി ഇലയും അതുപോലെ പനിക്കൂർക്ക ഇലയും അതൊക്കെ ഇട്ടിട്ടുള്ള ചായയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അതൊക്കെ നല്ല ടേസ്റ്റുമാണ്, കുറച്ച് നല്ല ആരോഗ്യപരമായി കുറച്ചും കൂടി നല്ലതായിരിക്കും. തുളസി ഇലയുടെയൊക്കെ ഒരു ഫ്ലേവർ തേയില വെള്ളത്തിൽ ഇറങ്ങുമ്പോഴത്തേക്കും നല്ല മണമായിരിക്കും, നല്ല ഫ്ലേവറും ആയിരിക്കും. കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോവും. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇതുപോലെ ഏലക്ക ടീ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ തന്നെ ചായ ഇടാൻ വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കൈയോടെ തന്നെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള ചപ്പാത്തി എല്ലാം പാക്ക് ചെയ്തു. ഒരു 3 എണ്ണമാണ് ഹസ്ബൻഡ് കൊണ്ടുപോകുള്ളൂ, ഞങ്ങൾക്കൊരു 3 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കുള്ളതും കൂടി ഇതിനോടൊപ്പം തന്നെ ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിരിക്കും. അപ്പോൾ ഇന്ന് എന്തായാലും എനിക്കൊരു പാൽ ചായ കുടിക്കണമെന്നൊരു ആഗ്രഹം തോന്നി കേട്ടോ. അപ്പോൾ ഇങ്ങനെ പാൽപ്പൊടി വീട്ടിൽ മേടിച്ചായിരുന്നു ഈ ഇടയ്ക്ക് വെച്ചിട്ട്. അപ്പോൾ ഞാനത് ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചേക്കും, എപ്പോഴും ഇടാറില്ല കേട്ടോ, വല്ലപ്പോഴും ഇങ്ങനെ തോന്നുന്ന സമയത്ത് മാത്രം. അപ്പോൾ ഇന്ന് എനിക്ക് ഇങ്ങനെ കുടിക്കണമെന്ന് തോന്നി. ആമിക്കിത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല, ഭയങ്കര കോൾഡ് വരും. അതുകൊണ്ട് വല്ലപ്പോഴും ആണ് ഉണ്ടാക്കുന്നത്. ചില ദിവസങ്ങളിൽ അവൾ കുടിക്കത്തുമില്ല. അവൾക്ക് കൂടുതലും കട്ടനാണ് കേട്ടോ ഇഷ്ടം. എനിക്കും കട്ടൻ തന്നെയാണ് ഇഷ്ടം. ഹസ്ബൻഡാണെങ്കിൽ ഇപ്പം അങ്ങനെ കട്ടനൊന്നും കുടിക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി നിന്ന് നോക്കുന്നത് ആമിയെ ട്യൂഷന് വിളിക്കാനായിട്ട് ഹസ്ബൻഡ് പോയേക്കുവാണ്. വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ കാണാത്തത് കൊണ്ട് ഞാൻ എന്തായാലും ചൂടോടുകൂടി തന്നെ ചായ കുടിക്കാമെന്ന് കരുതി.
കാരണം എന്തായാലും അവരെ നോക്കി നിന്നിട്ടും കാര്യമില്ല. ഹസ്ബൻഡ് എന്തായാലും ചായ കുടിക്കത്തില്ല. ആമിയാണെങ്കിലും ഈ പാൽ ചായ അവൾക്ക് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ വരുമ്പോഴത്തേക്കും എന്താണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്തായാലും ചായ കുടിച്ചു. അപ്പോൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം റിലാക്സ്ഡ് ആയിട്ട് എനിക്കൊന്ന് ചായ കുടിക്കാനായിട്ട് പറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയി നോക്കി നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ തന്നെ ഹസ്ബൻഡ് ഓഫീസിൽ പോയിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നതിനുള്ള ടൈമാണ്. ആമിയെ പഠിപ്പിക്കാനിരിക്കുന്നത് വലിയൊരു ടാസ്ക്കാണ്. ഒരു 3-4 മണിക്കൂറൊക്കെ എടുക്കും. കാരണം ഇവർക്ക് ഒരുപാട് ഹോംവർക്സ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഡെയിലി പഠിക്കുന്ന പോർഷൻസ് അപ്പോൾ തന്നെ പഠിപ്പിച്ച് വിടും. ഇപ്പം ഞാൻ അവൾക്ക് തമിഴിനും മാത്സിനുമാണ് ട്യൂഷന് വിടുന്നത് കേട്ടോ. കാരണം മാത്സ് കുറച്ചൊന്ന് ഒരു ട്യൂഷൻ വേണമെന്ന് തോന്നി. പിന്നെ തമിഴ് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റാത്തത് കൊണ്ടാണ് തമിഴിന് വിടുന്നത്. ബാലൻസ് എല്ലാം ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. എത്രയൊക്കെ ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളും കൂടി ശ്രദ്ധിച്ചാലേ പറ്റുള്ളൂ കുട്ടികളെ. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ ആമിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആരെയും ഫോൺ ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല കേട്ടോ. വീട്ടിൽ നിന്നൊക്കെ ഫോൺ വന്നാലും ഞാൻ കട്ട് ചെയ്യും. പിന്നീടൊക്കെയാണ് സംസാരിക്കുള്ളൂ. ഇതിനിടയിൽ തന്നെ പഠിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നിട്ട് തുണി മടക്കിക്കൊണ്ടിരുന്നപ്പോൾ ആമിയും കൂടി എന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അവൾക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ ടവലെല്ലാം അവൾ എനിക്ക് മടക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് ചെയ്താണ് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഞാൻ TV ഒന്ന് ഓൺ ചെയ്തായിരുന്നു. പിന്നെ ഞാനും ആമിയും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനിടയിൽ തന്നെ ഞാൻ ആമിക്കുള്ള യൂണിഫോം എല്ലാം എടുത്ത് നമ്മുടെ സോഫയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം രാവിലെ ആകുമ്പോഴത്തേക്ക് സ്കൂളിൽ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് യൂണിഫോം എല്ലാം ഞാനെടുത്ത് നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വന്നിട്ട് പാത്രമൊക്കെ ഒന്ന് കഴുകുന്നുണ്ട്. ഇപ്പം സമയം ഏകദേശം ഒരു 9 മണിയായിട്ടുണ്ട്. സാധാരണ ഞങ്ങൾ 8:30 ആകുമ്പോഴത്തേക്കും ഡിന്നർ കഴിക്കാറുണ്ട്. ആമി പഠിച്ച് കഴിയുന്ന ഒരു ടൈമിനനുസരിച്ചായിരിക്കുള്ളൂ ഡിന്നർ കഴിക്കുന്നത്. മാക്സിമം പോയാൽ 8:30 ആ ഒരു ടൈമിലൊക്കെ കഴിക്കും. ഒരുപാട് പഠിക്കാനും എഴുതാനും ഒക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ ഇടയ്ക്ക് വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ബാക്കി അവളെ ഞാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നൈറ്റ് ഞാൻ ഇതുപോലെ എപ്പോഴും എല്ലാ ദിവസവും സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ കിടക്കുന്നത്. ഒട്ടും വയ്യ, തീരെ പറ്റുന്നില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഇതൊന്നും ചെയ്യാനായിട്ട് നിൽക്കത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് വിം ജെല്ലി യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്റ്റൗ ഒക്കെ ഒന്ന് തുടച്ചെടുത്തു. പിന്നെ ഒരുപാട് അങ്ങോട്ടിട്ട് വലിയ സ്ക്രബ്ബറൊന്നും യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഗ്ലാസ് ടോപ്പ് ആയ കാരണം കൊണ്ട്. അതുകൊണ്ട് സ്പോഞ്ച് ടൈപ്പിലുള്ള സ്ക്രബ്ബറില്ലേ, അത് വെച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഇതിനിടയിൽ തന്നെ ആമി വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് തരാം അമ്മയ്ക്ക് എന്തെങ്കിലും സഹായം വേണമെന്നൊക്കെയാണ് പുള്ളിക്കാരി ചോദിക്കുന്നത്. അപ്പം ഞാൻ ഈ ഭാഗത്തോട്ടൊന്നും അടുപ്പിക്കില്ല. കാരണം ഒരുപാട് നമ്മൾ കുട്ടികളെ അങ്ങനെ ഇങ്ങനെ ഈ സ്റ്റൗവിൻ്റെ ഇങ്ങോട്ടൊക്കെ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നത് അത്ര നല്ലതല്ലല്ലേ. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് ആമിയെ വലുതായിട്ട് ഒന്നും തൊടാനൊന്നും സമ്മതിക്കില്ല കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റിങ് ഉണ്ടല്ലോ, ഇന്ന് രാവിലെ ഞാൻ പാല് ചൂടാക്കിയ സമയത്ത് ഇതുപോലെ ഇതിൻ്റെ റിങ്ങിൽ സ്റ്റൗവിൽ ഇങ്ങനെ പാല് വീണിട്ട് അതിങ്ങനെ കറ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും നൈറ്റ് കഴുകുമല്ലേ, അപ്പോൾ കൈയോടെ തന്നെ ക്ലീൻ ചെയ്യാമെന്ന് കരുതി. ഇന്നിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ഞാൻ ഇത് ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യില്ല കേട്ടോ. അടുപ്പ് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 9 വർഷത്തോളമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ അത്രയും പ്രായമുണ്ട് നമ്മുടെ ഈ സ്റ്റൗവിന്. 10 വർഷത്തെ പ്രായമുണ്ട് കേട്ടോ. അപ്പം 10 വർഷമായിട്ട് ഞാൻ ഈ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ യൂസ് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ബർണറിന് ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഞാനിതുവരെ മാറ്റാനായിട്ട് നിൽക്കാത്തത്. മാറ്റി മേടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ. ചില സാധനങ്ങളോട് നമുക്ക് വല്ലാത്തൊരു അടുപ്പം തോന്നുമല്ലേ വീട്ടിലെ. പ്രത്യേകിച്ച് എനിക്കാണെങ്കിൽ ഏത് ഫർണിച്ചറാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും നമ്മളിങ്ങനെ ആഗ്രഹിച്ച് മേടിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഞാനത് കൊടുക്കാറില്ല കേട്ടോ. മാക്സിമം നമ്മളത് ശരിയാക്കി എടുക്കാനാണ് നോക്കുന്നത്. അങ്ങനെ ഒരു 3-4 തവണ ആ അടുപ്പ് നമ്മൾ സർവീസ് ചെയ്തതാണ്. ഇനി ഒന്നും കൂടി ഒന്ന് സർവീസ് ചെയ്ത് എടുക്കണം. അപ്പോൾ ശരിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതിലിങ്ങനെ അഴുക്കൊക്കെ പറ്റിയിട്ട് ഇതിൻ്റെ പൈപ്പിൻ്റെ ആ ബർണറിൻ്റെ അടിഭാഗത്തൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാമെങ്കിലും ഞാൻ അത്ര റിസ്ക് എടുക്കാറില്ല. പുറത്തുനിന്ന് ആളിനെ വിളിച്ചിട്ട് നമ്മൾ ചെയ്യും.
പിന്നെ കൈയോടെ തന്നെ വാഷ് ബേസിൻ ഒന്ന് കഴുകിയിട്ടായിരുന്നു. ഡീപ്പ് ക്ലീനിങ് അല്ല, ചെറുതായിട്ടൊന്ന് കഴുകിയിട്ടേ ഉള്ളൂ കേട്ടോ. ഡീപ്പ് ക്ലീനിങ് എന്തായാലും നാളെ രാവിലെ ഞാൻ ചെയ്യും. നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടില്ല. പിന്നെ ഞാൻ കിച്ചണെല്ലാം തുടച്ച് എല്ലാം നീറ്റാക്കി വീടിനുള്ളിലൊക്കെ ഒന്ന് അടിച്ച് വാരിയതിന് ശേഷം നേരെ വന്നിട്ട് കിച്ചണിലെ ലൈറ്റ് ഓഫ് ചെയ്തു. എന്തെങ്കിലും വെള്ളത്തിലിടാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. പിന്നെ നേരെ വന്നിട്ട് ഞാൻ ജേർണൽ എഴുതുവാണ്. ഇത് ഞാൻ മുടങ്ങാതെ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. രാത്രികളിലാണ് ഞാൻ ചെയ്യുന്നത്. ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ ജേർണൽ എഴുതും. ജേർണൽ എഴുതുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി കുറേ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമിക്ക് നാളത്തേക്ക് സ്പോർട്സ് യൂണിഫോമാണ് ഇടേണ്ടത്. ഹൗസ് യൂണിഫോമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവളുടെ ഷൂ ഒന്ന് പോളിഷ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. ഇത് തീരെ ഏതോ ലോക്കൽ കമ്പനിയുടെ ഇതാണെന്ന് തോന്നുന്നു. അത്ര നല്ലതല്ല ആ ഒരു പോളിഷ്. അതുകൊണ്ടാണ് അത്ര ഭംഗിയില്ലാതെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നല്ലൊരു ഷൂ പോളിഷ് മേടിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് കുളിച്ച് ഫ്രഷപ്പ് ആയതിന് ശേഷം നേരെ വന്നിട്ട് കിടക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ ഈ എൻ മോഹനൻ്റെ ഒരിക്കലെന്ന് പറയുന്ന ഈ ഒരു ബുക്ക് വായിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സാഹിത്യപരമായിട്ടുള്ളൊരു ബുക്കാണ്. പ്രണയത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് മറ്റേ നമ്മുടെ റാം കെയർ ഓഫ് ആനന്ദി വായിച്ച് തീർത്ത പോലെ അത്ര പെട്ടെന്ന് വായിച്ച് തീർക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. എന്തായാലും ഞാൻ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഡെയിലി ഒരു 2 പേജ് 3 പേജൊക്കെ വെച്ചാണ് വായിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.